ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. PMR വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഞാൻ രാജേഷ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ മോട്ടറിൽ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് വാൽവ് താത്തി വെള്ളം അടിക്കാനായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെളി വലിച്ചു കയറി നമ്മുടെ ഇമ്പല്ലർ ബ്ലോക്കായി പോകുന്നു. പിന്നെ മോട്ടർ ഇറങ്ങിയാലും വെള്ളം വലിക്കില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് ക്ലീൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ആദ്യം ഇത് അഴിച്ചെടുക്കണം. ഇമ്പല്ലർ മൊത്തം അഴിച്ചെടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഇമ്പല്ലറിനകത്ത് ചെളി മണലടിഞ്ഞ് കയറി ഇരിക്കുന്നുണ്ടോ, വെള്ളം ചെളി വലിഞ്ഞ് കയറിയിട്ട് ഇതിൻ്റെ ഇമ്പല്ലറിനകത്ത് മണലൊക്കെ അടിഞ്ഞ് കയറി ഇത് കണ്ടോ ഇരിക്കുന്നുണ്ടോ. ഇതുണ്ടോ മണലടിഞ്ഞ് കയറി അതിൻ്റെ എല്ലാ നോസിലും അടഞ്ഞിരിക്കുകയാണ്. അതിനകത്തുള്ള ഹോളെല്ലാം ഇത് കണ്ടോ. ഇതിനകത്തേ കൂടെ ഈ ചെറിയ മണലും ചെളിയും അടഞ്ഞു കയറി നമുക്ക് വെള്ളം വലിക്കാണ്ട് സംഭവം വലിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ആ മണലെല്ലാം അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കളയണം. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മോട്ടർ ഇങ്ങനെ വയ്ക്കുക. ഇതുപോലത്തെ ഒരു കമ്പി കഷ്ണം എടുക്കുക. കമ്പി കഷ്ണം എടുത്തിട്ട് അതിൻ്റെ തുമ്പ് പയ്യെ ഇങ്ങനെ എല്ല് പോലെ വളച്ചു കൊടുക്കുക. ഇങ്ങനെ വളച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇതുപോലെ ആക്കി കൊടുക്കുക. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക് പയ്യെ ഇട്ട് കൊടുക്കുക. കണ്ടോ. എന്നിട്ടിങ്ങനെ വലിച്ച് തോണ്ടി കളയുക. കണ്ടോ മണ്ണ് തള്ളി പോരുന്നുണ്ട്, ചെളി അതിനകത്ത് നിന്ന് അടിഞ്ഞു കയറി വരുന്നുണ്ട്. ഇങ്ങനെ വലിച്ച് കയറ്റി കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ചെളിയെല്ലാം ഇങ്ങ് പോരും. ഇപ്പോൾ ഇതുണ്ടോ ചെളി വന്ന് ഇളകി കിടക്കുന്നതുണ്ടോ കംപ്ലീറ്റ്. ഇപ്പോൾ നമ്മളിതെല്ലാം കുത്തി കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇതേപടി മോട്ടർ എടുത്തിട്ട് തിരിച്ചിട്ട് എവിടെയും തട്ടിക്കളയാം ചെളി. ഉണ്ടോ ചെളി എല്ലാ പ്രൊപ്പല്ലറിൻ്റെ അകത്ത് കയറി അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് കിടക്കുന്നത് വാട്ടർ ചേരിച്ചിട്ട് പയ്യെ തട്ടിക്കളയാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഇനി കറണ്ട് ഇരിപ്പുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഉണ്ടോ സൈഡിൽ കൂടെ എല്ലാ ഹോളിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം അതിനകത്തുള്ള ചെളി എല്ലാം പുറത്തേക്ക് വരും. നമ്മൾ ഇളക്കിയിട്ടേക്കുന്ന ചെളി മൊത്തം പുറത്തേക്ക് വരും. പിന്നെ ശരിക്കും വെള്ളം ഒഴിച്ച് കഴുകി ക്ലീനാക്കുക. ക്ലീനാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് എവിടെയെങ്കിലും മണലുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതുണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു മണലിൻ്റെ കഷ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് ഇതുണ്ടോ തള്ളിക്കളയുക. ഇനി ഇതിനകത്തും ഒരു കഷ്ണം പോകാനിരിപ്പുണ്ടായിരുന്നു. ഉണ്ടോ ഇതുപോലെ കല്ല് സ്റ്റക്കായിരിക്കും. അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ശരിക്കും നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും കഴുകി കളയണം. ചെളിയെല്ലാം കഴുകി കളഞ്ഞിട്ട് വൃത്തിയാക്കണം അതിനകത്ത് ഇമ്പല്ലറിനകത്ത്. എന്നിട്ട് സൈഡ് ചരിച്ചിട്ട് നോക്കുക. സൈഡിൽ നിന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുക.
ഉണ്ട്. അപ്പോൾ നല്ല ഫോഴ്സിൽ പുറത്തേക്ക് വെള്ളം നമ്മൾ അകത്തുനിന്ന് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് നല്ല ഫോഴ്സിൽ കറങ്ങി വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആയി വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ചെക്ക് ചെയ്യുക. എല്ലാ ഹോളിൽ കൂടെ നല്ല ഫോഴ്സിൽ ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ അറിയാം. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ക്ലിയറായി. ഇനി നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് കയറ്റി വെച്ച് മുറുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ അഴിച്ചോ അതുപോലെ തന്നെ കയറ്റി വെക്കുക. ബോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ മോട്ടർ കണക്ട് ചെയ്ത് വെച്ചാൽ അഴിച്ച് ഒക്കെ പണിയുമ്പോഴത്തേക്കും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിടുക. ചിലപ്പോൾ എർത്തുണ്ടാവും. അപ്പോൾ കഴിയുന്ന മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ഇങ്ങനെയുള്ള പണികൾ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ അപകടകരമാകും. അല്ലെങ്കിൽ മോട്ടറിൽ നിന്ന് വയർ കണക്ഷനൊക്കെ പിടിച്ചിട്ട് വേണം. ഇപ്പോൾ നമ്മൾ വയറിംഗ് ഒന്നും പിടിച്ചിട്ടില്ല. മോട്ടർ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഊരി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇത് പണി. അപ്പോൾ നമ്മൾ മോട്ടറെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ ചെളി കയറി വെള്ളം കുറച്ച് വരുവാണെന്നാണ് തോന്നുവാണെങ്കിൽ, ചെളി കയറിയതാണെന്ന് നമുക്ക് തോന്നുവാണ്, വെള്ളം കറങ്ങിയൊക്കെയാണ് വലിഞ്ഞു കയറി വരുന്നതെങ്കിൽ, ചെളി കയറിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മോട്ടർ നല്ല സ്പീഡിൽ കറങ്ങുകയും നമുക്ക് വെള്ളം കയറി വരാണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രപ്പലറിനകത്ത് ചെളി കയറി അടിഞ്ഞതാണ്. അപ്പോൾ ഈ ചെളി കയറി അടിഞ്ഞത് ക്ലീൻ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. അതിന് വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയറും ഒരു കഷ്ണം കമ്പി മതി നമുക്കിത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇത്രയും ലളിതമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫുഡ് വാൽവിൽ വെള്ളം ഒഴിച്ച് വെള്ളം അടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മോട്ടറെല്ലാം കണക്ട് ചെയ്തു, ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫോഴ്സായിട്ട് വെള്ളം എങ്ങനെ കയറുന്നുണ്ടോ നോക്കാം. സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഫോഴ്സായില്ലേ? അപ്പോൾ വെള്ളം നന്നായിട്ട് ഫോഴ്സിൽ കയറുന്നുണ്ട്. സംഭവം അടിപൊളി. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇതുപോലെ കയറാണ്ട് ഇങ്ങനെ വലി കുറഞ്ഞിട്ട് ഒട്ടും വെള്ളം പറ്റും. ഇങ്ങനെ ഹൈറ്റുള്ള സ്ഥലത്തേക്കാണ് ഒട്ടും കയറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുക ചെളി കയറി അടിക്കുന്നുണ്ടോയെന്ന്. അതില്ലെങ്കിൽ അതിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും, ക്ലിയറായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ.